2025 ജൂലൈ 14 സിറാജ് എഡിറ്റോറിയൽ. അഹമ്മദാബാദ് അപകടം, ഉത്തരങ്ങളില്ലാത്ത റിപ്പോർട്ട്. ശമിപ്പിക്കാൻ ഈ റിപ്പോർട്ട് പര്യാപ്തമല്ല. അന്തിമ റിപ്പോർട്ട് വരും വരെ നിഗമനങ്ങളിൽ എത്തിച്ചേരരുതെന്ന് വ്യോമയാന മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളതെല്ലാം കാഴ്ചപ്പാടുകൾ മാത്രമാണെന്നും അധികൃതർ വിശദീകരിക്കുന്നു. തകർന്നു വീണ വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും മരിച്ചിരുന്നു. ഇവരുടെയെല്ലാം ബന്ധുക്കളുടെ കണ്ണീരിനും നഷ്ടത്തിനും സമാധാനം പറയാനുള്ള ഉത്തരവാദിത്വം വ്യോമയാന മന്ത്രാലയത്തിനും വിമാന കമ്പനിക്കും വിമാന നിർമ്മാതാക്കൾക്കുമുണ്ട്. അവരുടെ ബന്ധുക്കൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം കിട്ടണം. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതിനെതിരെ ജാഗ്രത പാലിക്കാനുതകുന്ന സമഗ്രമായ അന്വേഷണം നടക്കണം. ആരെയെങ്കിലും രക്ഷപ്പെടുത്താനോ ഉത്തരവാദിത്വം തലയിലിടാനോ ഉള്ള നീക്കമാകരുത് അന്വേഷണം. അന്തിമ ഫലം വരാൻ അനന്തമായി കാത്തിരിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകരുത്. പറന്നുയർന്ന നിമിഷങ്ങൾക്കകം അപകടത്തിൽപ്പെട്ട ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതാണ് ദുരന്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. എഞ്ചിനുകളിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫായതോടെ എഞ്ചിനുകൾ നിലച്ച് വിമാനം കൂപ്പുകുത്തി. റൺവേയിൽ നിന്ന് വിമാനം പറന്നുയർന്ന് 90 സെക്കൻഡുകൾക്കുള്ളിലാണ് വിമാനത്തിന്റെ 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചത്. 2 എഞ്ചിനിലേക്കുമുള്ള സ്വിച്ചുകൾ 1 സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത്. സ്വിച്ചുകൾ ഓഫായത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഓൺ ചെയ്തുവെങ്കിലും എഞ്ചിനുകൾ അപ്പോഴേക്കും ഓഫ് ആകുകയും തിരികെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നു വീഴുകയുമായിരുന്നു. സ്വിച്ച് ഉടൻ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിയതോടെ ഒരു എഞ്ചിൻ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചെങ്കിലും രണ്ടാമത്തെ എഞ്ചിന് പറന്നുയരാനുള്ള ശേഷി ലഭിച്ചില്ല. കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണവും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫാക്കിയതെന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്. താനല്ല ഓഫ് ചെയ്തതെന്ന് അയാൾ മറുപടിയും പറയുന്നു. ചോദ്യം ആരുടേത്, ഉത്തരമാരുടേത് എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നില്ല. ബോയിങ് 787 വിമാനം 8600 മണിക്കൂർ പറത്തി പരിചയമുള്ള പൈലറ്റ് ഇൻ കമാൻഡ് സുമീത് സബർവാളിന്റെയോ 1128 മണിക്കൂർ പറത്തി പരിചയമുള്ള സഹ പൈലറ്റ് ക്ലൈവ് കുന്ദറിന്റെയോ കൈ അബദ്ധവശാൽ തട്ടി സ്വിച്ചുകൾ ഓഫായെന്ന് വിശ്വസിക്കാൻ തരമില്ല. കുന്ദറായിരുന്നു വിമാനം പറത്തിയത്. ഇവരുടെ കഴിവിലോ പരിചയസമ്പന്നതയിലോ ഒന്നും റിപ്പോർട്ട് സംശയമുന്നയിക്കുന്നില്ല. വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല. ആവശ്യത്തിന് ഇന്ധനം വിമാനത്തിൽ ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെടുന്ന സമയത്ത് വിമാനത്തിലെ റാം എയർ ടർബൈൻ RAT പ്രവർത്തിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിമാനത്തിലെ വൈദ്യുതി ഹൈഡ്രോളിക് ശക്തി നൽകി സുരക്ഷിത ലാൻഡിംഗ് ഉറപ്പാക്കുന്ന സംവിധാനമാണിത്. ഇത്രയും വിവരങ്ങൾ മുന്നിൽ വെച്ച് 3 സാധ്യതകളാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. ഫ്യൂൽ സ്വിച്ച് താനെ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറുകയെന്നത് ഒരു സാധ്യത. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇത്തരമൊരു അത്യാഹിതമുണ്ടായേക്കാമെന്ന് US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ FAA 2018 മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബോയിങ്ങിനെ തന്നെ മുൻനിർത്തിയായിരുന്നു ഈ മുന്നറിയിപ്പ്. പൈലറ്റോ കോ പൈലറ്റോ അബദ്ധത്തിൽ സ്വിച്ച് പൊസിഷൻ മാറ്റിപ്പോകുകയെന്നതാണ് മറ്റൊരു സാധ്യത. എന്നാൽ അങ്ങനെ സംഭവിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് സ്വിച്ച് സംവിധാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ പൈലറ്റുമാരുടെ സംഭാഷണവും ആ സാധ്യത അടയ്ക്കുന്നു. അട്ടിമറി നടന്നുവന്ന സിദ്ധാന്തമാണ് മൂന്നാമത്തേത്. പൈലറ്റുമാരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ആകാശം തിരഞ്ഞെടുത്തു. ഒപ്പം ഇക്കണ്ട മനുഷ്യരെയെല്ലാം കൊലക്ക് കൊടുത്തു. അതുമല്ലെങ്കിൽ കൂട്ടക്കൊല നടത്തണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് കൃത്യം നിർവഹിച്ചു. ഈ 3 സാധ്യതകളിലൊന്ന് ഖണ്ഡിതമായി തിരഞ്ഞെടുക്കാവുന്ന ഒന്നും AAIB റിപ്പോർട്ടിലില്ല. ഈ റിപ്പോർട്ട് നിരവധി ചോദ്യങ്ങൾ തൊടുത്തുവിടുന്നുണ്ട്. വൈദ്യുതി തകരാർ അടക്കമുള്ള സാധ്യതകളെ കുറിച്ച് റിപ്പോർട്ട് മൗനം പാലിക്കുന്നതെന്തിനാണ്? പൈലറ്റുമാരുടെ സംഭാഷണം അവ്യക്തത സൃഷ്ടിക്കാനല്ലേ ഉപകരിച്ചത്? ചോദ്യം ആരുടേത്, ഉത്തരം ആരുടേത് എന്ന് വ്യക്തമാക്കാതിരുന്നത് എന്തിന്? 2018
FAA മാർഗരേഖയെ എയർ ഇന്ത്യ അവഗണിച്ചുവെന്നാണ് വിവരം. അതിന്റെ കാരണം എന്താണ്? എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ടായെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ വസ്തുതയുണ്ടോ? ഈ റിപ്പോർട്ട് ബോയിംഗ് കമ്പനിയെ കുറ്റവിമുക്തമാക്കാനും പൈലറ്റുമാരുടെ ചുമലിൽ എല്ലാം കെട്ടിവെക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് ഇരകളുടെ ബന്ധുക്കളിൽ ചിലർ രംഗത്ത് വന്നിട്ടുമുണ്ട്. നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുക്കുന്ന അനാവസ്ഥ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും പുറത്തു വരണം. അപകടം നടന്ന് 1 മാസമായിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും സമഗ്ര റിപ്പോർട്ട് സാധ്യമല്ലല്ലോ എന്ന ന്യായീകരണം അന്തിമ റിപ്പോർട്ട് വൈകിക്കാനുള്ള വഴികഴിവാകരുത്.